ഹലോ കൂട്ടുകാരെ, 2ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോയാണ് ഇത്. ആദ്യത്തെ പാർട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും അത് കണ്ടു നോക്കണേ. 2ാമത്തെ പാർട്ടിൽ റീഡ് ആൻഡ് റിജോയ്സിൽ വരുന്ന പിപ്പ് ദ പെൻഗ്വിൻ എന്ന് പറയുന്ന പിക്ചർ സ്റ്റോറിയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. സ്റ്റോറിയുടെ പേരെന്താണ്? പിപ്പ് ദ പെൻഗ്വിൻ. പെൻഗ്വിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് ഇവിടെ ചിത്രത്തിലൊരു പെൻഗ്വിൻ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറിയിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? പിപ്പ്. പിപ്പ് എന്നാണ് നമ്മുടെ പെൻഗ്വിൻ്റെ പേര്. പെൻഗ്വിൻ എവിടെയാണുള്ളത്? ഒരുപാട് മഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളിലാണല്ലേ, നമ്മളുടെ അന്റാർട്ടിക്കയൊക്കെ പോലെയുള്ള ഒരുപാട് മഞ്ഞുള്ള സ്ഥലങ്ങളിലാണ് എന്തിനെ കാണാൻ കഴിയുന്നത്? പെൻഗ്വിനുകളെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പിപ്പിൻ്റെ സ്റ്റോറി വായിക്കാം. ദിസ് ഈസ് ദ ലാൻഡ് ഓഫ് പിപ്പ് ദ ലിറ്റിൽ പെൻഗ്വിൻ. അപ്പോൾ പിപ്പ് എന്ന് പറയുന്ന ലിറ്റിൽ പെൻഗ്വിൻ്റെ നാടാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിയേ, നിറയെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പിപ്പിൻ്റെ നാട്. ഓൾ പെൻഗ്വിൻസ് ലൈക്ക് to swim and enjoy. Pip stands at the shore shivering. He is not ready to swim. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഓൾ പെൻഗ്വിൻസ് ലൈക്ക് ടു സ്വിം ആൻഡ് എൻജോയ്. എല്ലാ പെൻഗ്വിൻസിനും എന്ത് ഇഷ്ടമാണ്? നീന്താനും അത് ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിപ്പ് സ്റ്റാൻഡ്സ് അറ്റ് ദ ഷോർ ഷിവറിങ്. പക്ഷെ നമ്മുടെ പിപ്പ് എന്ത് ചെയ്യാണ്? തണുത്ത് വിറച്ച് എന്ത് ചെയ്യാണ്? തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഷോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയുടെ തീരത്തിനെയൊക്കെയാണ് നമ്മൾ ഷോർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പെൻഗ്വിൻസും അവിടെ നീന്തി രസിക്കുമ്പോൾ നമ്മുടെ പിപ്പ് എന്ത് ചെയ്യാണ്? തണുത്ത് വിറച്ച് അവിടെ അതിൻ്റെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹീസ് നോട്ട് റെഡി ടു സ്വിം. നമ്മുടെ പിപ്പിന് എന്തിന് താല്പര്യമില്ല? നീന്താൻ താല്പര്യമില്ല. അവന് നീന്തണം എന്നൊന്നും ഇല്ല. പിപ്പ് കം ലെറ്റ്സ് പ്ലേ ഇൻ വാട്ടർ. പിപ്പ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിൽ കളിക്കാം. നോ ഐ ഡോണ്ട് ലൈക്ക് വാട്ടർ. അപ്പോൾ പിപ്പ് എന്താ പറയുന്നത്? അയ്യോ ഇല്ല, എനിക്ക് എന്ത് ഇഷ്ടമല്ല, വെള്ളം ഇഷ്ടമല്ലെന്നാണ് ആര് പറയുന്നത്? പിപ്പ് പറയുന്നത്. കം ഇറ്റ് ഈസ് ഫൺ. നീ വാ, നല്ല രസമാണെന്ന് പറഞ്ഞ് വീണ്ടും അവനെ വിളിക്കുകയാണല്ലേ. സോറി ഐ വോണ്ട്. ഇല്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പിപ്പ് പറയുന്നത്. പിപ്പിന് ഭയങ്കര വിഷമാണ് വെള്ളത്തിൽ ഇറങ്ങാന്ന് പറയുന്നല്ലേ. പിന്നെ വെള്ളത്തിലിറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് കോൾഡ്. എന്താണ്? ഭയങ്കര തണുപ്പാണല്ലേ. ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. അതുപോലെ എനിക്ക് എന്ത് പേടിയാണ്? വെള്ളത്തെ എനിക്ക് പേടിയാണ്, ഞാൻ വളരെ ഭയന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെറ്റ്. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി എന്തോ ചെയ്യും? ദേഹമൊക്കെ നനയും അല്ലേ, നനവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിപ്പ് എന്ത് ചെയ്യാത്തത്? സ്വിം ചെയ്യാൻ വേണ്ടി പോവാത്ത. അപ്പോൾ എന്തൊക്കെയാണ് കാരണം? കോൾഡാണ്, പിന്നെന്താണ്? അഫ്രൈഡ് ഓഫ് വാട്ടർ, വെള്ളത്തെ പേടിയാണ്, അതുപോലെ വെറ്റാണ്, നനവാണല്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? നമ്മുടെ പിപ്പ് നീന്താൻ പോകാത്തത്. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ പിപ്പിനെ ആരോ ചവിട്ടി താഴെ ഇട്ടല്ലേ. ഗോ എ പെൻഗ്വിൻ മസ്റ്റ് സ്വിം. എന്താ പറയുന്നത്? ഗോ, നീ പോ അങ്ങോട്ട്. ഒരു പെൻഗ്വിൻ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം? നീന്താൻ പഠിച്ചിരിക്കണം അല്ലേ. ഉറപ്പായിട്ടും പെൻഗ്വിൻസ് നീന്തണം. കാരണം അവർ ജീവിക്കുന്നിടത്ത് എന്തേ ഉള്ളൂ? ഈ മഞ്ഞുമലകളും പിന്നെന്താണ്? ഈ നദികളേ ഉള്ളൂ. പെൻഗ്വിൻസ് എന്താ ചെയ്യുന്നത്? ഈ നദികളിൽ നിന്നൊക്കെ മീൻ പിടിച്ചാണ് ജീവിക്കുന്നത് അല്ലേ. അല്ലാതെ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ചെടികളോ മറ്റ് കൃഷികളോ ഒന്നും തന്നെ ഇല്ല. അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ നദികളിലെ മീനെയൊക്കെ കഴിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പെൻഗ്വിൻ എന്താ അറിഞ്ഞിരിക്കണം? സ്വിം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പെൻഗ്വിനായിട്ടുള്ള നമ്മുടെ പിപ്പിനെ എന്തോ ഇത് ചവിട്ടി തള്ളി താഴെ ഇട്ടിട്ട് പറഞ്ഞ് പെൻഗ്വിൻസ് ആയ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് നീന്തണം എന്നും പറഞ്ഞ് ഇട്ടു അല്ലേ. ഔച്ച്, ഇറ്റ് ഈസ് സോ കോൾഡ്. അപ്പോൾ നമ്മുടെ പിപ്പ് എന്താ പറഞ്ഞു? ഇത് ഭയങ്കര തണുപ്പാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലേ. ഭയങ്കര തണുപ്പാണെന്നാണ് ആര് പറയുന്നത്? പെൻഗ്വിൻ പറയുന്നത്. swam in the sea. He was frightened. He was far away from his land. അപ്പോൾ നമ്മുടെ പിപ്പ് എന്ത് ചെയ്യാണ്? പിപ്പ് swam in the sea. പിപ്പ് എന്താണ്? കടലിൽ കിടന്നിങ്ങനെ നീന്തി പോയി. He was frightened. അവൻ എന്താണ്? വളരെ പേടിച്ചിരിക്കുകയാണ്. അവൻ പേടിച്ചാണ് അവൻ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. He was far away from his land. പക്ഷെ അവൻ നീന്തി എവിടേക്ക് പോയി? അവൻ്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരേക്ക് അവൻ പോയി. പിപ്പ് റീച്ച്ഡ് അനദർ ലാൻഡ്. ഹി വാസ് ടയേർഡ് ആഫ്റ്റർ ദ ലോങ് സ്വിം. എന്താ പറയുന്നത്? പിപ്പ് റീച്ച്ഡ് അനദർ ലാൻഡ്. പിപ്പ് എന്ത് ചെയ്തു? നീന്തി മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു, വേറൊരു കരയിൽ എത്തിച്ചേർന്നു. ഹി വാസ് ടയേർഡ് ആഫ്റ്റർ ദ ലോങ് സ്വിം. വളരെ നീണ്ട നീന്തലായിരുന്നല്ലേ. അതായത് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇത്രയും ദൂരം നീന്തി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ പിപ്പ് എന്ത് ചെയ്തു? ഒരുപാട് ക്ഷീണിതനായിരുന്നു. വേർ ആം ഐ. അപ്പം നമ്മുടെ പിപ്പ് എന്താ പറയുന്നത്? വേർ ആം ഐ. ഞാൻ എവിടെയാണ്? എവിടെ എത്തിച്ചേർന്നതെന്ന് പോലും നമ്മുടെ പിപ്പിന് അറിയത്തില്ല. ആ പേടിയിലും വിഷമത്തിലും ഒക്കെ നീന്തി ഇഞ്ഞ് വന്നേ. അപ്പോൾ എവിടെ എത്തിച്ചേർന്നതെന്ന് പോലും നമ്മുടെ പിപ്പിന് അറിയില്ല. എ മാൻ സോ പിപ്പ്. ഒരാൾ എന്ത് കണ്ടു? നമ്മുടെ പിപ്പിനെ കണ്ടു. ഓ എ പെൻഗ്വിൻ ചിക്ക്, ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ. അപ്പോൾ ആ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്?
ഓ എ പെൻഗിൻ ചിക്ക്, ഒരു പെൻഗിൻ്റെ കുഞ്ഞോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? കാരണം ഇവർ വളരെ ഐസൊക്കെ ഉള്ള സ്ഥലത്തല്ലേ ജീവിക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്നാണ് ആര് ചിന്തിക്കുന്നത്? ആ മനുഷ്യൻ ചിന്തിക്കുന്നത് അല്ലേ. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഡോണ്ട് വെറി ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ആ മനുഷ്യൻ എന്താ പറയുന്നത്? ഡോണ്ട് വെറി ഡിയർ, നീ പേടിക്കുകയൊന്നും വേണ്ട, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. എന്നിട്ട് എന്തോ ചെയ്യുന്നത്? അവനെ വീണ്ടും വെള്ളത്തിലോട്ട് ഇറക്കി വിടുക അല്ലേ. ഗോ ബാക്ക് ടു യുവർ ലാൻഡ്, നീ നീ നിന്റെ നാട്ടിലേക്ക് പോ. നോ ഐ ഡോണ്ട് ലൈക്ക് വാട്ടർ, അവിടുന്ന് തന്നെ നീന്താൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവിടുന്ന് ആരോ ചവിട്ടിത്തള്ളി വെള്ളത്തിൽ ഇട്ടപ്പോൾ അവിടുന്ന് നീന്തി ഇവിടെ കഷ്ടപ്പെട്ട് വന്നതാണല്ലേ. അപ്പോൾ ആ പിപ്പിനോട് വീണ്ടും പറയുകയാണ്, നീ നിന്റെ നാട്ടിലേക്ക് തിരികെ പോകുന്നു പറയുകയാണ്. അപ്പോൾ നമ്മുടെ പെൻഗിൻ എന്താ പറയുന്നത്? ഇല്ലില്ല, എനിക്ക് എന്തിഷ്ടമല്ല, വെള്ളം ഇഷ്ടമല്ലെന്ന് ആര് ചിന്തിക്കുകയാണ്? നമ്മുടെ പിപ്പ് ചിന്തിക്കുകയാണല്ലേ. ദ മാൻ വാക്കഡ് ബാക്ക്, ഹി ഫെൽറ്റ് എ കൂൾ ടച്ച് ഓൺ ഹിസ് ലെഗ്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മുടെ പെൻഗിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് നീ തിരിച്ച് നിന്റെ നാട്ടിൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിലെടുത്തിട്ടിട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങിയല്ലേ. ദ മാൻ വാക്കഡ് ബാക്ക്, അയാൾ എന്ത് ചെയ്തു? നമ്മുടെ പെൻഗിനെ വെള്ളത്തിലിട്ടിട്ട് നീന്തി പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് തിരിച്ച് നടന്നു. ഹി ഫെൽറ്റ് എ കൂൾ ടച്ച് ഓൺ ഹിസ് ലെഗ്, അപ്പോൾ അയാൾക്ക് എന്ത് തോന്നി? തൻ്റെ കാലിൽ വളരെ തണുത്ത ഒരു സ്പർശം അനുഭവപ്പെട്ടു, ആരോ തന്നെ തൊടുന്നത് പോലെ തോന്നി. അപ്പോൾ ആരാ തൊടുന്നത്? നമ്മുടെ പിപ്പാണല്ലേ. യു അഗെയിൻ, ഡോണ്ട് യു ഗോ ബാക്ക്, യു അഗെയിൻ, നീ വീണ്ടും വന്നോ? ഡോണ്ട് യു ഗോ ബാക്ക്, നീ എന്ത് ചെയ്യുന്നില്ലേ? തിരികെ പോകുന്നില്ലേ? അപ്പോൾ തിരികെ പോകുന്നില്ലല്ലേ. ആ മനുഷ്യൻ്റെ കൂടെ അങ്ങ് പോയി. എനിക്ക് നീന്താൻ വയ്യാത്തോണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ കൂടെ പോകാൻ ആര് തീരുമാനിച്ചു? പിപ്പ് അങ്ങ് തീരുമാനിച്ചു. ദ മാൻ ടുക്ക് പിപ്പ് ഹോം, അപ്പം എന്താണ്? പിപ്പ് തിരികെ പോകാതെ ഈ മനുഷ്യൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? നമ്മളുടെ പിപ്പിനെ എവിടേക്ക് കൊണ്ടുപോയി? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിപ്പ് ലൈക്ക്ഡ് ദ പ്ലേസ്, പിപ്പിനെ താണ്ട് ആ വീട്ടിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ പിപ്പ് ലൈക്ക്ഡ് ദ പ്ലേസ്, പിപ്പിന് ആ സ്ഥലം വളരെയധികം ഇഷ്ടമായി. പിപ്പ് എന്താ ചിന്തിക്കുന്നത്? വാട്ട് എ ലവ്ലി പ്ലേസ്, നോട്ട് കോൾഡ്, നോ ഐസി വാട്ടർ. അപ്പോൾ ഇപ്പം എന്താ ചിന്തിക്കുന്നത്? വാട്ട് എ ലവ്ലി പ്ലേസ്, എത്ര നല്ല സ്ഥലമാണിത്. നോട്ട് കോൾഡ്, തണുപ്പൊന്നുമില്ല. നോ ഐസി വാട്ടർ, തണുത്ത വെള്ളവും ഇല്ല. പിപ്പ് ഫെൽറ്റ് ഹംഗ്രി, ഹി സോ എ ഫിഷ് ഇൻ എ ബൗൾ. പിപ്പ് ഫെൽറ്റ് ഹംഗ്രി, ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശക്കാൻ തുടങ്ങിയല്ലേ. പിപ്പ് ഫെൽറ്റ് ഹംഗ്രി, പിപ്പിന് വിശപ്പ് തോന്നി. ഹി സോ എ ഫിഷ് ഇൻ എ ബൗൾ, അവൻ എന്ത് കണ്ടു? ഒരു ബൗളിൽ ഒരു ഫിഷ് കിടക്കുന്നത് കണ്ടു. ഹായ് എ ഫിഷ്, അപ്പം നമ്മുടെ പിപ്പ് എന്താ ചിന്തിക്കുന്നത്? ഹായ്, ഇതാണ്ട് ഒരു ഫിഷ് അല്ലേ, വിശക്കുമ്പോൾ എന്ത് കഴിക്കണം? അവർ ഫിഷിനെയാണ് കഴിക്കുന്നില്ലേ. അപ്പോൾ അവിടെ എന്തിനെ കണ്ടു? ഒരു ഫിഷിനെ കണ്ട സന്തോഷത്തിൽ ആര് നോക്കുകയാണ്? നമ്മുടെ പിപ്പിങ്ങനെ നോക്കുവാണ്. ദ മാൻ ഓഫേർഡ് പിപ്പ് ദ ഫിഷ് ഇൻ ദ ബൗൾ, അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ദ മാൻ ഓഫേർഡ് പിപ്പ് ദ ഫിഷ് ഇൻ ദ ബൗൾ, അപ്പോൾ എന്ത് ചെയ്തു? പിപ്പിന് ഫിഷിനെ, അതായത് അവിടെയുള്ള ബൗളിനകത്തിരിക്കുന്ന ഫിഷിനെ നമ്മുടെ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു? നമ്മുടെ പിപ്പിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ആർ യു ഹംഗ്രി, ഹാവ് ഇറ്റ്. ആർ യു ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടോ? ഹാവ് ഇറ്റ്, വിശക്കുന്നെങ്കിൽ നീ ഇതെന്ത് ചെയ്തോളൂ? കഴിച്ചോളൂ. ബട്ട് ഇറ്റ് വാസ് ഇൻ വാട്ടർ, ബൗളോട് കൂടിയാണ് അവന് കൊടുത്തതല്ലേ. അപ്പോൾ എന്താണ്? ബട്ട് ഇറ്റ് വാസ് ഇൻ വാട്ടർ, ഫിഷ് എവിടെ കിടക്കുക? വെള്ളത്തിൽ കിടക്കുകയാണല്ലേ. ഹൗ ഷാൾ ഐ ക്യാച്ച് ദ ഫിഷ്, ഞാൻ എങ്ങനെ ഈ മീനെ പിടിക്കും? കാരണം നമ്മുടെ പിപ്പിന് എന്തിഷ്ടമല്ല? വെള്ളത്തിൽ നനയുന്നൊന്നും ഇഷ്ടമല്ലല്ലേ. അപ്പോൾ എങ്ങനെ ഞാൻ ഈ മീനെ പിടിക്കും എന്നാണ് ആര് ചിന്തിക്കുന്നത്? പിപ്പ് ചിന്തിക്കുന്നത്. പിപ്പ് ഡിപ്ഡ് ഹിസ് ബീക്ക് ഇൻ ടു ദ വാട്ടർ ആൻഡ് കോട്ട് ദ ഫിഷ്, അപ്പോൾ എന്ത് ചെയ്തു? പിപ്പ് ഡിപ്ഡ് ഹിസ് ബീക്ക് ഇൻ ടു ദ വാട്ടർ, നമ്മുടെ പിപ്പ് അവൻ്റെ ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്ക് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് മുക്കി. ഡിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കുക. അപ്പോൾ വെള്ളത്തിലേക്ക് മുക്കി. ആൻഡ് കോട്ട് ദ ഫിഷ്, അങ്ങനെ ആരെ പിടിച്ചു? മീനെ പിടിച്ചു. ഗോട്ട് ഇറ്റ്, കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ആരെ കഴിക്കുകയാണ്? മീനെ കഴിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ ദ മാൻ ടുക്ക് പിപ്പ് ടു എ പൂൾ, ദെയർ വെയർ എ ലോട്ട് ഓഫ് ഫിഷ് ഇൻ ഇറ്റ്, അപ്പോൾ എന്ത് ചെയ്തു? ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദ മാൻ ടുക്ക് പിപ്പ് ടു എ പൂൾ, ആ മനുഷ്യൻ എന്തോ ചെയ്തു? പിപ്പിനെ ഒരു പൂളിലേക്ക്, ഒരു കുളത്തിലേക്ക് കൊണ്ടുപോയി. ദെയർ വെയർ എ ലോട്ട് ഓഫ് ഫിഷ് ഇൻ ഇറ്റ്, അപ്പോൾ അവിടെ ആ പൂളിൽ എന്തോ ഉണ്ട്? ആ കുളത്തിൽ എന്തോ ഉണ്ട്? ഒരുപാട് മീനുണ്ട്. ഓൾ ആർ യുവേഴ്സ്, ഹാവ് ദം, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇതെല്ലാം ഓൾ ആർ യുവേഴ്സ്, ഇതെല്ലാം നിനക്കുള്ളതാണ്. ഹാവ് ദം, നീ ഇതൊക്കെ പിടിച്ച്, ഈ മീനെയൊക്കെ പിടിച്ച് തിന്നോളാൻ പറഞ്ഞു. സ്വിം ആൻഡ് ക്യാച്ച് ദ ഫിഷ്, നോ വേ, അപ്പോൾ നമ്മുടെ പിപ്പ് എന്താ ആലോചിക്കുന്നേ? സ്വിം ആൻഡ് ക്യാച്ച് ദ ഫിഷ്, അപ്പോൾ എന്താ ഇനി ഞാൻ നീന്തിപ്പോയി മീനെ പിടിക്കണോ? നോ വേ, അതൊന്നും നടക്കത്തില്ലെന്നാണ് ആര് പറയുന്നേ? പിപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബൗളിലായതുകൊണ്ട് കൊക്ക് മാത്രം താഴ്ത്തി ദേഹമൊന്നും നനയാതെ മീനെ പിടിക്കാൻ പറ്റിയല്ലേ. ഇന്നിപ്പോൾ ഈ പൂളിൽ മീനെ പിടിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഇറങ്ങി നീന്തിപ്പോയി പിടിക്കണം. എനിക്ക് ഇറങ്ങിപ്പോയി നീന്തിപ്പോയി പിടിക്കാനൊന്നും വയ്യെന്നാണ് ആര് ചിന്തിക്കുന്നത്? നമ്മുടെ പിപ്പ് ചിന്തിക്കുന്നത്. ദ മാൻ പ്ലേഡ് എ ട്രിക്ക്, ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ, അപ്പോൾ അയാൾക്ക് മനസ്സിലായി പിപ്പിന് എന്ത് ഇഷ്ടമല്ല, ഇങ്ങനെ ഇറങ്ങാനൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ദ മാൻ പ്ലേഡ് എ ട്രിക്ക്, ആ മാൻ എന്ത് ചെയ്തു? ഒരു
ട്രിക്ക് പ്രയോഗിച്ചു, ഒരു സൂത്രവിദ്യ കാണിച്ചു. എന്താണ്? ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ജംപ്ഡ് ഇൻ ടു ദ പൂൾ, ആ കുളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ നമ്മുടെ പിപ്പ് എന്താ ചിന്തിക്കുന്നേ നോക്ക്. ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. അപ്പോൾ എന്താണ്? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? കുളത്തിലേക്ക് എടുത്ത് ചാടിയപ്പം നമ്മുടെ പിപ്പ് ചിന്തിക്കുകയാണ്, ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. അയാൾ എന്ത് ചെയ്യൂ? ഈ മീനെ മുഴുവൻ തിന്നു തീർക്കുമോ എന്ന് ആര് ചിന്തിക്കുന്നു? പിപ്പ് ചിന്തിക്കുന്നു. പിപ്പ് ഓൾസോ ജംപ്ഡ് ഇൻ ടു ദ പൂൾ. അപ്പോൾ എന്തോ സംഭവിച്ചു? പിപ്പ് ഓൾസോ ജംപ്ഡ് ഇൻ ടു ദ പൂൾ. നമ്മുടെ പിപ്പു എവിടേക്ക് എടുത്ത് ചാടി? പൂളിലേക്ക്, കുളത്തിലേക്ക് എടുത്ത് ചാടി. നോ ഇറ്റ് ഈസ് മൈ ഫിഷ്. എന്നിട്ട് നമ്മുടെ പിപ്പ് എന്താ വിളിച്ച് പറയുന്നത്? നോ ഇറ്റ് ഈസ് മൈ ഫിഷ്. അപ്പോൾ ഈ മീനെയൊന്നും തിന്നരുത്, ഇതൊക്കെ എൻ്റെ മീനാണെന്ന് ആര് വിളിച്ച് പറയുകയാണ്? പിപ്പ് വിളിച്ച് പറയുകയാണ്. ഇത് കണ്ടിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഹ ഹ ഹ എന്ന് എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. എവരി ഡേ ദ മാൻ പുട്ട് സം ഫിഷസ് ഇൻ ദ പൂൾ. എവരി ഡേ, എല്ലാ ദിവസവും എന്ത് ചെയ്തു? ദ മാൻ പുട്ട് സം ഫിഷസ് ഇൻ ദ പൂൾ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പൂളിലേക്ക് കുറച്ച് മീനുകളെ വീതം ഇടാനായിട്ട് തുടങ്ങി. കാരണം എല്ലാ ദിവസവും നമ്മുടെ പിപ്പിന് മീനെ തിന്നണ്ടേ. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ പൂളിലേക്ക് മീനെ ഇടാനായിട്ട് തുടങ്ങി. Slowly, his fear of water disappeared. Pip became a good swimmer. Slowly, പതിയെ, his fear of water disappeared. അവൻ്റെ വെള്ളത്തോടുള്ള പേടി ഇല്ലാതായിപ്പോയി. പിപ്പ് ബിക്കേം എ ഗുഡ് സ്വിമ്മർ. നമ്മുടെ പിപ്പ് ആരായി മാറി? നല്ലൊരു നീന്തൽക്കാരനായിട്ട് മാറി. നൗ ഹി ഈസ് എ ഗുഡ് സ്വിമ്മർ. ഇറ്റ് ഈസ് ടൈം ഫോർ പിപ്പ് ടു ഗോ ബാക്ക്. അപ്പോൾ ആ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നേ? നൗ ഹി ഈസ് എ ഗുഡ് സ്വിമ്മർ. ഇപ്പോൾ ഇവ നല്ലൊരു നീന്തലുകാരനാണല്ലേ, നന്നായിട്ട് നീന്താനൊക്കെ പഠിച്ചു. ഇറ്റ് ഈസ് ടൈം ഫോർ പിപ്പ് ടു ഗോ ബാക്ക്. അപ്പം പിപ്പിനെ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള സമയമായല്ലേ. അപ്പോൾ അവിടുന്ന് അവൻ വന്നത് എന്താണ്? അവന് നീന്താൻ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് നീന്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അവനെ ഇനി അവൻ്റെ നാട്ടിൽ കൊണ്ടുവിടാം എന്നാണ് ആര് ചിന്തിക്കുന്നത്? ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. The next day the man took Pip to his land. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചതിൻ്റെ അടുത്ത ദിവസം the next day എന്ത് ചെയ്തു? The man took Pip to his land. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? നമ്മളുടെ പിപ്പിനെ അവൻ്റെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവിട്ടു. ലുക്ക് ഇറ്റ്സ് അവർ പീപ്പ്. അവിടെ പെൻഗ്വിൻസ് ഒക്കെ എന്താ പറയുന്നത്? ലുക്ക്, നോക്കൂ, ഇറ്റ്സ് അവർ പീപ്പ്. അത് നമ്മുടെ പിപ്പാണല്ലോ. പിപ്പ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു ഗ്രീറ്റ് ഹിസ് ഫ്രണ്ട്സ്. അപ്പം എന്ത് ചെയ്തു? പിപ്പ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. പിപ്പ് എവിടേക്ക് എടുത്ത് ചാടി? വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ടു ഗ്രീറ്റ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സിനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി, അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഹലോ ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ താഴെ തിരികെ വന്നിരിക്കുന്നു. അപ്പോൾ എന്താ ബാക്കിയുള്ള പെൻഗ്വിൻസ് എന്താ പറയുന്നത്? ഹായ് പിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്യുന്നു? ഓടി വരുന്നു അല്ലേ. പിപ്പ് വാസ് നോ ലോങ്ങർ അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. പിപ്പ് വാസ് നോ ലോങ്ങർ അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. പിന്നീട് ഒരിക്കലും പിപ്പിന് എന്തിനെ പേടി തോന്നിയിട്ടില്ല? വെള്ളത്തിനെ പേടി തോന്നിയിട്ടില്ല. ഇറ്റ് ഈസ് പ്രിറ്റി കൂൾ. ഇപ്പം തണുപ്പൊക്കെ എന്താണ്? രസകരമായിട്ടാണ് തോന്നല്ലേ. നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് ഫൺ. ഇത് വളരെ രസകരമാണ്. ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഇത് നല്ല അത്ഭുതകരമാണ്. പിപ്പിനിപ്പോൾ എന്താണ്? വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണല്ലേ. എൻജോയ് ചെയ്താണ് പിപ്പ് ഇപ്പം എന്ത് ചെയ്യുന്നത്? വെള്ളത്തിലിറങ്ങുന്നതും സ്വിം ചെയ്യുന്നതും എല്ലാം. ഇവിടെ സ്റ്റോറി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ, റൈറ്റ് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ബിലോ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ്. അപ്പോൾ എന്താണ്? താഴെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസുകൾ വായിക്കണം. എന്നിട്ട് ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ എടുത്ത് എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കാം. ദ മാൻ പ്ലേഡ് എ ട്രിക്ക്. പിപ്പ് വാസ് ഹംഗ്രി. പിപ്പ് വാസ് അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. പിപ്പ് ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോ പിക്ചറിനും അനുയോജ്യമായിട്ടുള്ളത് എടുത്ത് നമ്മൾ എഴുതണം. ആദ്യത്തെ പിക്ചറിൽ അപ്പോൾ എന്താ അനുയോജ്യമായിട്ടുള്ളത്? പിപ്പ് വാസ് അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. അതല്ലേ, പിപ്പ് വെള്ളത്തിനെ ഭയന്ന് മാറിയിരിക്കുന്ന ചിത്രമല്ലേ അത്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? പിപ്പ് വാസ് അഫ്രെയ്ഡ് ഓഫ് വാട്ടർ. രണ്ടാമത്തെ ചിത്രത്തിൻ്റെ താഴെ എന്തായിരിക്കും എഴുതേണ്ടത്? പിപ്പ് ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ബാക്ക്. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മുടെ പിപ്പിനെ വെള്ളത്തിലിട്ടിട്ട് തിരികെ വന്നപ്പോഴത്തേക്ക് പിപ്പു എന്ത് ചെയ്തു? പുറകെ ഇങ്ങ് പോരുന്നു. ആ ഭാഗമല്ലേ അത്. അപ്പോൾ അവിടെ എന്തു എഴുതേണ്ടത്? പിപ്പ് ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ബാക്ക്. പിപ്പിന് തിരികെ പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താണ്? അതാണ്ട് പിപ്പിന് എന്തോ കൊടുക്കുന്നു? നമ്മുടെ ഫിഷിനെ കൊടുക്കുന്നു. അത് എപ്പോഴായിരുന്നു? പിപ്പ് വാസ് ഹംഗ്രി. പിപ്പിന് വിശന്നിരുന്നപ്പോഴാണല്ലേ. അപ്പോൾ അവിടെ എന്തെഴുതണം? പിപ്പ് വാസ് ഹംഗ്രി. ഇനി അടുത്ത നോക്കിയേ, പൂളിൽ നമ്മുടെ പിപ്പിനെ ഇറക്കുന്ന ഒരു ചിത്രമല്ലേ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താ എഴുതേണ്ടത്? ദ മാൻ പ്ലേഡ് എ ട്രിക്ക്. മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു സൂത്രപ്പണി ചെയ്തു. സൂത്രപ്പണി ചെയ്തിട്ടാണ് ആരെ താഴോട്ട് ഇറക്കിയത്? നമ്മുടെ പിപ്പിനെ ഇറക്കിയതല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ പിക്ചേഴ്സിൻ്റെ താഴെ എഴുതണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കണ്ടു നോക്കണേ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.